ഞാനും നമ്മുടെ ഗോപകുമാർ സാറും കൂടെ ഇപ്പോൾ ഹോം ഗ്രൗണ്ടിൻ്റെ നെല്ലാടെ നഴ്സറിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള പുതിയ സ്റ്റോക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഗോപകുമാർ സാർ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇത് മേടിച്ചിട്ടുണ്ട്. ഗോപകുമാർ സാർ എല്ലാം കൂടെ എത്ര വൃക്ഷത്തൈകളാണ് ഇപ്പം മേടിച്ചേ? അഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഓക്സിജനൊക്കെ ഉള്ള എന്തുമാത്രം ഓക്സിജനാണ് ഭൂമിക്ക് കിട്ടുന്നത്? ഒരു ഇതിൽ വായിച്ച് ശരിയാണെന്ന് അറിയത്തില്ല. ഒരു ദിവസം ഒരാൾ 3 സിലിണ്ടറിന് തുല്യമായിട്ടുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഒരു സിലിണ്ടറിന് 2000 രൂപ വെച്ച് 6000 രൂപയുടെ ഓക്സിജൻ ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെടികളെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടുക. നമ്മൾ ഓരോ ദിവസം ഈ നമുക്ക് ശ്വസിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ ഈ സസ്യങ്ങൾ നമുക്ക് തരിക. അപ്പോൾ ഒരു ദിവസം 6000 രൂപയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എത്ര രൂപയുടെ ആകുന്നുണ്ട്, ഒരു വർഷം എത്ര രൂപയുടെ ഓക്സിജൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് നമ്മുടെ ഏതാണ്ടൊരു ആവറേജ് ഒരു 80 ഇയേഴ്സ് നമ്മൾ ജീവിക്കുമെന്നുണ്ടെങ്കിൽ അത്രയും വർഷം കൊണ്ട് എത്ര കോടി രൂപയുടെ ഓക്സിജൻ നമുക്ക് ഈ മരങ്ങൾ തരുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചോ. എന്തായാലും ഗോപകുമാർ സാറ് നമ്മുടെ ആലാപമേളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് വലിയൊരു പ്രോജക്റ്റിൻ്റെ പുറകിലാണ്. ആ പ്രോജക്റ്റൊക്കെ പുറകാലെ നമുക്ക് അറിയാൻ സാധിക്കും. ജേക്കബ് സാറേ, ഇതെന്താ ജേക്കബ് സാറേ? ഇത് നമുക്ക് റംബുത്താൻ്റെ ഒരു വെറൈറ്റിയാണ്, മലേഷ്യൻ വെറൈറ്റിയാണ്. വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. N18 എന്ന് പറഞ്ഞാൽ N18 ആണ് ഇതല്ലേ? ഞാനും കുറേ കൊണ്ടുവച്ചിട്ടുണ്ട്. റംബുട്ടാൻ 18 എണ്ണം 1 കിലോ വരും, അങ്ങനെ കണ്ടല്ലേ? അങ്ങനെയല്ലേ? പിന്നെ കുരുക്കൾ കുറവാണ് അല്ലേ? കുരു വലിപ്പം കുറവാണ്. ഇതെന്താ ജേക്കബ് സാറേ ഇത് ഈ കാണുന്നത്? അത് അവക്കാഡോ ആണ് അല്ലേ? ട്രോപ്പിക്കൽ ഒരു വെറൈറ്റിയാണ്, റസൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അല്ലേ? അത് നമുക്ക് എല്ലാ അവക്കാഡോയും ഇവിടെ നമുക്ക് വളരത്തില്ല. നമുക്ക് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വെറൈറ്റീസ് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു വെറൈറ്റിയാണത്. ഈ തൊട്ടിപ്പുറത്ത് കാണുന്നോ സാറേ? അത് സ്റ്റാർ ഫ്രൂട്ട് ആണല്ലേ? ഇത് ഈ കാരംബോളാണ്. അവക്കാഡോ എത്ര കാലം? 3 വർഷം ആണ്. 3 വർഷം കൊണ്ട് ഉണ്ടാവും അല്ലേ? ഇതെല്ലാം നമ്മുടെ റംബുട്ടാൻ തന്നെയാണ് അല്ലേ? ഈ കാണുന്നത് ഓരോ വെറൈറ്റീസാണ് രാജ്യങ്ങളിൽ അത് ഏതൊക്കെയാണ് ഈ കാണുന്നത്? ഇതിപ്പോൾ ഈ ഇരിക്കുന്ന N18 തന്നെ ചെറിയ തൈകളാണ്. പിന്നെ മഹാർലിയ എന്ന് പറഞ്ഞ ഫിലിപ്പീൻസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഓക്കെ. സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ മലേഷ്യൻ ഒരു വെറൈറ്റിയാണ്. പിന്നെ മൽവാനയുണ്ട്, ശ്രീലങ്കൻ ഒരു വെറൈറ്റിയുണ്ട്. പിന്നെ തായ്ലൻഡ് റോങ് റിയാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അങ്ങനെ ഈ ഫിലിപ്പീൻസിൽ നിന്നുള്ള വെറൈറ്റി ഒക്കെ നമ്മൾ മേടിച്ച് വീട്ടിൽ വെക്കണം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സന്തോഷത്തോടുകൂടി ഭൂമി ജീവിക്കുന്ന ഒരു ജനവിഭാഗം വേറെയില്ല. കാരണം അവരെ ഏതാനും പേര് മാത്രമാണ് കണ്ടുമുട്ടുന്നതെങ്കിലും ഭയങ്കര സൗഹൃദമായിരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അവർ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ജീവിക്കാൻ തന്നെ ജീവിക്കുന്നവരാ, അല്ലാതെ പണം ഉണ്ടാക്കാനായിട്ട് ജീവിക്കുന്നവരല്ല. സാർ നമുക്ക് ബാക്കിയുള്ളവിടെ നിന്ന് കാണാം. ഇതെല്ലാം N18 തന്നെയാണ് അല്ലേ? ഇത് ബിഞ്ചായ് എന്ന് പറഞ്ഞു. ഓക്കെ. ഇന്തോനേഷ്യൻ ഇനമാണ് അല്ലേ? റംബുട്ടാനിൽ തന്നെ റംബുട്ടാൻ്റെ മഞ്ഞ വെറൈറ്റിയാണ്. ഓക്കെ. ശ്രീലങ്കൻ ആണ്. ആ കാണുന്ന അബിയു ഉണ്ട് അല്ലേ? അബിയു ഇത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അബിയു എനിക്ക് തോന്നുന്നത് ഞാൻ വീട്ടിൽ 2 അബിയു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണ്. അത് വളരെ ഈസിയായിട്ട് വളരുന്ന സാധനമാണ് അബിയു. അത്യാവശ്യം ചൂടലിലൊക്കെ കയറിപ്പോവും, വലിയ ശ്രദ്ധയൊന്നും വേണ്ട, വളരുന്ന സാധനമാണ്. അത് ഇപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് അതിനെക്കാട്ടിലൊക്കെ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ പേര് ഏതനമാണ്? ഇത് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ സീഡ്ലെസ് ഒരു വെറൈറ്റി ആണല്ലേ? സാറേ, ഇവിടുന്ന് കൊണ്ടുപോയ പേരയൊക്കെ കായ്ച്ച് വീട്ടിൽ നിൽപ്പുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഈ ശരീരത്തിൽ ഉള്ളിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ നാക്കയിലൊക്കെ എത്തുമെന്നാണ് പറയുന്നത്. ഈ പേരയ്ക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് അങ്ങനെയുള്ള ഈ അഴുക്കുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായി തീരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ നാക്കയിലൊക്കെ അഴുക്കുകളൊക്കെ വളരെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ നല്ല എനർജറ്റിക്കാണ് ഈ പേരയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് പലതരത്തിലുള്ള പേരകളാണല്ലേ? അത് ഏതൊക്കെ സാറേ അപ്പുറത്തൊക്കെ ഇരിക്കുന്നത്? അത് തൈവാൻ്റെ ഒരു വെറൈറ്റിയാണ്, തൈവാൻ പിങ്ക്. ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അത് നല്ലപോലെ ഉണ്ടാകുന്ന. ഇത് ഏത് ഇനം പ്ലാവുകളൊക്കെയാണ്? പ്ലാവ് വരുന്നത് നമുക്ക് ഇത് സീഡ് ഫ്രീ ജാക്ക് എന്ന് പറഞ്ഞു വിയറ്റ്നാമിൻ്റെ ഒരു വെറൈറ്റി തന്നെ. ഓക്കെ. ഒരു ഇല്ല, അരക്കുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അതൊരു പൈനാപ്പിൾ ടേസ്റ്റ് ആണ് അതിനുണ്ടാകുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് J33 മലേഷ്യൻ വെറൈറ്റി. J33 അത് എത്ര വർഷമാണ് കഴിക്കുന്നത്? അത് 4 വർഷം. 4 വർഷം ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് J33. അത് നല്ല മധുരമുള്ളതൊക്കെയാണ്. ഇവിടെ മധുരം ഉള്ളൊരു ഇനമാണത്. നല്ല വലുപ്പമുള്ളതൊക്കെയാണ്. 15 കിലോ വരെ തൂക്കം വരെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതിൽ. ഗോപകുമാർ സാർ ഇപ്പം എന്തൊക്കെയായിരുന്നു മേടിച്ചത്? ഞാൻ അബിയു മേടിച്ചു, വിയറ്റ്നാമേറിൽ മേടിച്ചു, പേര മേടിച്ചു അല്ലേ? പിന്നെ പ്ലാവിൽ വരുന്നത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് സിന്ദൂർ എന്ന് പറയുന്നത്. ഓക്കെ. ചെമ്പരത്തി വരിക്കയാണ് അല്ലേ? പിന്നെ കംബോഡിയൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, ഓറഞ്ച് ചോളയാണ്. ഓക്കെ.
പിന്നെ വിയറ്റ്നാം മെർലി അത് വിയറ്റ്നാം 1.5 വർഷം കൊണ്ട് കായ്ച്ചു കായ്ക്കും. തുടങ്ങുന്ന ശരിയാണ്. എൻ്റെ ആ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് ഉള്ള നിപ്പുണ്ട്, ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. ഇതെന്താ സാറേ? ഇതും ഒരു പേരയിൽ വരുന്ന ഇനമാണ്, സ്ട്രോബെറി പേര എന്ന് ആ, സ്ട്രോബെറി പേര. ഓ, ഓക്കെ. ഇതെനിക്ക് ഫ്രീ ആയിട്ട് മഞ്ഞയാണ്. നമ്മുടെ താമരക്കുളത്തെ പ്രസാദ് സാറ് ഒരു കൃഷിപ്രാന്തനാണ് കേട്ടോ, നഴ്സറിയൊക്കെ ഉണ്ട്. സ്ട്രോബെറി പേര ഇഷ്ടത്തിനൊക്കെ പേരയ്ക്ക ഉണ്ടാവും അല്ലേ? ചെറിയ പേരയ്ക്ക, ചെറിയ പേരയ്ക്കാണ് ഇഷ്ടത്തിനുണ്ടാവും. എനിക്കൊരെണ്ണം തന്നിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് തന്നാ. ഇത് നമ്മുടെ ഇതെന്താ സാധനം ഈ കാണുന്നത്? ഇത് മിറക്കിൾ ഫ്രൂട്ട്. മിറക്കിൾ ഫ്രൂട്ട് അല്ലേ? ഇതുകൊണ്ട് വീട്ടിൽ ഒരെണ്ണം. ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള അറിയാം, മധുരമായിട്ട് ഫീൽ ചെയ്യും. ഇത് അപ്പച്ചൻസിൻ്റെ ഒരു തൈ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു അരയാൾ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് സ്ഥലം മേടിക്കണം സാറേ. അതൊക്കെ പൊതുസ്ഥലങ്ങൾ ചുമ്മാ കിടക്കുമല്ലേ? അവിടെ വെച്ച് പിടിപ്പിക്കരുതോ? സർക്കാർ ഓഫീസിൻ്റെ പരിസരങ്ങൾ, സ്കൂളിൻ്റെ പരിസരങ്ങൾ, നമുക്ക് ഇഷ്ടത്തിന് സ്ഥലമല്ലേ? ജനങ്ങൾ കുറച്ചുകൂടെ ആളുകൾ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഈ ജനങ്ങൾക്ക് പരസ്പരമുള്ള ശത്രുതയുണ്ടല്ലോ, എല്ലായിടത്തും ശത്രുതയാണ് കാണുന്നത്. നോക്കിയിട്ട് ഇത് കുറച്ച് സൗഹാർദ്ദത്തിലേക്കും ശത്രുത കൂടി വരും. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊന്ന് മാറ്റിയിട്ട് കുറച്ച് സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും ചിന്തിച്ച് ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം മനുഷ്യന് പ്രയോജനപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ? ഇത് കാണുന്നതിന് സന്തോഷമല്ലേ? സപ്പോർട്ടയാണ് അല്ലേ? ബനാന സപ്പോർട്ട അല്ലേ? സാറേ നെല്ലി എന്തായാലും ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് തന്നെ ഞാൻ പറയാൻ വലിയ കാര്യമൊന്നുമില്ല. നെല്ലി മേടിച്ച് കണ്ടിട്ട് കാരണം നടന്നില്ല, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ വനത്തിലൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പെരുന്തേനൊരു ഭാഗത്തുള്ള വനത്തിലൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. സീഡ്ലെസ് വെറൈറ്റിയാണ്. ഓക്കെ. ഞാൻ ഈ അടുത്ത സമയത്ത് തൊടുപുഴ ഭാഗത്തുനിന്ന് കണ്ടും മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് മാവിൻ്റെ പല സൈസ് ഉണ്ട്. ബെങ്ങനഹള്ളിയൊക്കെ ഉണ്ടോ? ഇല്ല, മാവ് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഇനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേറെ എന്ന് പറയുന്നത് ആന്ധ്രയുടെ ഒരു വെറൈറ്റിയാണ്, കാലാപ്പാടി ഉണ്ട് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് സാറേ? മൂവാണ്ടനുണ്ട്. മൂവാണ്ടനുണ്ട്, കുളമ്പുണ്ട്, കല്ലുകെട്ടി, പ്രിയൂര്. ഞാൻ കുളമ്പും പ്രിയൂരും ഒക്കെ വെച്ചിട്ടുണ്ട്. കർപ്പൂരം, കൊശ്ശേരി, മല്ലിക. ഇതാണ് കൊശ്ശേരി അല്ലേ? ശരി, നമുക്ക് 1 കിലോ മേളിലോട്ട്. നമ്മുടെ ആലയിലെ കൊശ്ശേരി ഒരു 3-4 വർഷം കഴിക്കാം. നമ്മുടെ സുരേഷ് സാറുണ്ടല്ലോ, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പഴയ അധ്യാപകൻ. ഇപ്പോൾ സാർ റിട്ടയറായി. സാറിൻ്റെ വീട്ടിൽ നിന്ന് ഈ മാങ്ങ എനിക്ക് കിട്ടിയായിരുന്നു. സാറിൻ്റെ വീട്ടിലുണ്ട്. പുഴുവൊന്നുമില്ലായിരുന്നു അതിനകത്ത്. ഇത് ലോങ്ങനാണ് അല്ലേ? ആ കാണുന്നത് എന്താ? അത് ചാമ്പയാണ്. ഓക്കെ. അതെങ്ങനെയാ? റെഡാണ് അല്ലേ? ബെൽ ഷേപ്പിലാണ്. ഓക്കെ. ഇതേലെ ഒരെണ്ണം ഞാൻ ഞങ്ങളുടെ കോടതിയുടെ പരിസരത്ത് കൊണ്ട് വെച്ചായിരുന്നു. ഏതോ മഹാന്മാരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് എൻ്റെ പൈസയും പോയി, ആ ചാമ്പയും പോയി. പിന്നെ അബിയുണ്ട്. അബിയു നല്ല നീളത്തിലുള്ള അമ്പഴമുണ്ട്. സ്വീറ്റ് അമ്പഴമാണ് അല്ലേ? ഇത് ബഡാണോ ഈ പുളി എന്ന് പറയുന്നത്? ഇത് ബഡ് ചെയ്തത്. ഹൈറ്റ് കുറവായിരിക്കും, ദ്വാർഫ് ആയിരിക്കും. എത്ര നാളാകുമ്പോഴത്തേക്ക്? 3 വർഷം കൊണ്ട് കഴിച്ചു. ഒരു വീട്ടിൽ ഒരു പുളിയൊക്കെ അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ വെച്ച് പോയിക്കുന്ന സാധനങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടുപണികളൊക്കെ വന്ന ശേഷം അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നുള്ളത് ജബോട്ടിക്കയാണ് അല്ലേ? മരമുന്തിരി അല്ലേ? അതെന്താ വിലയുണ്ട് സാറേ അതിന്? അത് 600 രൂപ അല്ലേ? ജബോട്ടിക്ക നമ്മുടെ താമരശ്ശേരിയിലെ സാമച്ചാൻ്റെ വീട്ടിൽ, ചെങ്ങന്നൂരിലെ പഴയ ബജാജ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ വീട്ടിലുണ്ട്. നല്ലതായിട്ടുണ്ടായിരുന്നുണ്ട്. നല്ലതായിട്ടുണ്ടാകുന്നുണ്ട്. എല്ലാം 350. ചുരുക്കം പറഞ്ഞാൽ സാറ് വീണ്ടും എത്ര 18,000 രൂപയുടെ ഓക്സിജൻ ഇല്ലേ? കറക്റ്റാണല്ലേ? 18,000 രൂപയുടെ ഓക്സിജന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വീണ്ടും. മലയാളിക്ക് ഇത് ഇങ്ങനെ ഈ സ്വന്തം നാടിൻ്റെ വില പോലും അറിയത്തില്ല. 44 നദികളല്ലേ ഉള്ളത്? നദികളുള്ള നാടല്ലേ? ഒറ്റ ഓർണത്തിനകത്ത് ഒന്ന് ഇറങ്ങി കുളിക്കാൻ പോലും പറ്റത്തില്ല. എടുത്തുതരും. ജഗ സാറേ അതോടൊന്ന് കവർ ചെയ്തിട്ട് പോരാ, പെട്ടെന്ന് വാ അങ്ങോട്ടുള്ളത്. ഇതെന്താ സാറേ ഇത് ഈ കാണുന്നേ? സാൻഡോള്. ഇതെന്താ സംഭവം? പുളിയുള്ള നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാകും. ഓർണമെന്റലായിട്ട് നമുക്ക് ഷെയ്ഡ് തണലിനൊക്കെ നിർത്താവുന്ന നല്ലൊരു മരമാണ്. ഓക്കെ. ഇല അധികം കൊഴിയത്തില്ല. പിന്നെ ഇതിൻ്റെ
ഇല കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ഒരു റെഡിഷ് കളറായിട്ട് മാറും. ഓക്കെ ഓക്കെ. അത് കാണാനും നല്ല ഭംഗിയാണ്, ലോണിലൊക്കെ വെക്കാനും കാണാനും നല്ല ഭംഗിയുള്ള അല്ലേ? കട്ട് ചെയ്ത് നിർത്തിയാൽ മതി, അല്ലെങ്കിൽ അങ്ങ് വലിയ മരമാവും. ഓക്കെ ഓക്കെ. കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ. ഇതെന്താ സാധനം? അത് ജാതി ആണ് മതി. നമുക്ക് ജാതി ഇപ്പം അത് ഇല്ല. ഓ ജാതിയാണല്ലേ? ബഡ് ചെയ്ത്. ഇത് വരുന്ന മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിനാണ്. എന്തായാലും എല്ലാവരും 10 മാംഗോസ്റ്റിൻ സാറേ. പൊതുവേ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് 15 വർഷമായാലും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് 3ാമത്തെ വർഷം മുതൽ മാംഗോസ്റ്റിനുണ്ട്, കായുണ്ട്. ഇത് ഈ പ്ലാന്റൊക്കെ ഒരു 7-8 വർഷം ആരും ശ്രദ്ധിക്കത്തില്ല സാറേ, അതാണ് കാര്യം എനിക്കത്. എൻ്റെ പക്ഷേ 3ാമത്തെ വർഷം മുതലുണ്ടായി. അത് മാംഗോസ്റ്റിൻ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതാണ് മനസ്സിലായി. 10 വർഷത്തിന് 15 വർഷമൊക്കെ എടുക്കും എന്നുള്ളൊരു. പക്ഷേ വളർച്ച വളരെ സ്ലോ ആണ്. അത് കിളിഞ്ഞാവൽ. കിളിഞ്ഞാവൽ അല്ലേ? ജാമുന്. കിളിഞ്ഞാവലാണ് അല്ലേ? ചെറിയ നമ്മുടെ ജാമുൻ്റെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ വളരെ ചെറുതായിരുന്നു. മുളകിൻ്റെ വലുപ്പമേ ഉള്ളൂ സാറേ. ഇനി ഞങ്ങളുടെ സ്കൂളിൻ്റെ തെക്കേപ്പുറത്തോട്ട് വന്നാൽ പോരെ? എത്ര ഞാവൽ വേണം സാറിന്? ഞങ്ങളവിടെ കൊണ്ട് നട്ടിട്ടില്ലേ? സാറിന് ഞാൻ കുറേ തൈയോടെ തരാം. ഞാൻ വീട്ടിൽ ഗ്രോ ബാഗിൽ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാവൽ മറ്റേ അത് വലിയ മരമാണ്. വലിയ മരമാണ് സാർ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവൽ നമുക്ക് ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ആ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരാൾ ഹൈറ്റായി. പിന്നെ വെള്ളമൊന്നും കാര്യമായിട്ട് ഒഴിക്കൊന്നും വേണ്ട, അത് നല്ലതായിട്ട് വളർന്നു കയറുന്നുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയ ജേക്കബ് സാറിന് പ്രത്യേകം നന്ദി. കൂടെ വന്ന ഗോകുമാർ സാറിന് നന്ദി. ഇതാണ് ഹോം ഗ്രൗണ്ടിൻ്റെ ഫ്രൂട്ട്സ് സംബന്ധമായിട്ടുള്ള ചില ചെറിയ ബോർഡുകൾ, പരസ്യങ്ങളൊക്കെ കാണുന്നത്. ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓതറയിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് ഓതറ എത്തുക, ഓതറയിൽ നിന്ന് നേരെ നെല്ലാടെത്തുക. അത് നമ്മുടെ തിരുവല്ല കോഴഞ്ചേരി റോഡിലോട്ട് നമ്മൾ വന്ന് കയറും. എന്നിട്ട് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 150 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇടത്തെ സൈഡിൽ തന്നെയാണ് ഹോം ഗ്രൗണ്ട്. ഇവർക്കൊരു നഴ്സറി ഉണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിലാണ്. 100 ഏക്കർ സ്ഥലത്താണ്. നമ്മുടെ ആലാവണി പ്രവർത്തകർ ഒരു 10-20 പേര് കൂടി ചേർന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആലാവണി എന്നുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ നമുക്കൊരു അടുത്ത ട്രിപ്പ് അങ്ങോട്ട് പോകാം. നഴ്സറി കണ്ടല്ലോ.